ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ആദർശനോടും നയനോടും ഡോക്ടർ പറയുന്നത് നിങ്ങളൊരു അച്ഛനും അമ്മയും ആവാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, ആദർശനോട് പറയുന്നുണ്ട്, ഇനി നയനെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവൾക്ക് മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കണം, ദൂരയാത്രയൊക്കെ ഒന്ന് ഒഴിവാക്കണം. എനിക്കറിയാം ആദർശൻ്റെ വീട്ടുകാർ ആദർശം നയനെ നേരെ നോക്കുമെന്ന്, എന്നാലും ഞാൻ അവളോട് പറയുകയാണ്, നീ ഈ അവസരം മുതലെടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അവൾ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല ഡോക്ടർ, അവൾ മുതലെടുക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പറയാം, ഈ ഒരു അവസരം അവളോടൊന്ന് മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡോക്ടർ മരുന്നൊക്കെ എഴുതി തരുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് ആദർശൻ നയനി വീട്ടിലേക്ക് പോകുന്നുണ്ട്. നയനയുടെ വീട്ടിലെത്തുമ്പോൾ കനകയും ഗോവിന്ദാണെങ്കിൽ വല്ലാത്ത വിഷമിച്ചിരിക്കുന്നുണ്ട്. കല്യാണ നിശ്ചയം മുടങ്ങിയതിൻ്റെ വിഷമത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് കനകോട് പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം ഉറപ്പിക്കലും മുടങ്ങിയതിൻ്റെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യം ഞാൻ പറയട്ടെ, നയന ഗർഭിണിയാണ്, നിങ്ങളൊരു മുത്തശ്ശനും മുത്തശ്ശി ആവാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ഗോവിന്ദും കനകയും വേഗം എണീറ്റ് നിന്നിട്ട് കനക വേഗം ചെന്നിട്ട് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശനും നയനയും കൂടി ആദർശൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ് നയനയ്ക്ക് പറ്റിയത്, ഏടത്തേക്ക് കരൽ കൊടുത്തതിൻ്റെ പ്രശ്നമാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും അല്ല പ്രശ്നം, കരൽ കൊടുത്തതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ആദർശ് ദേവയാനിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരു അമ്മമ്മയാവാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. ദേവയാനി ഓടി ചെന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.